കുട്ടിയെ ചൂഷണം ചെയ്യുന്നവനെ എന്തിനാണ് സമൂഹത്തിന് ആവശ്യം? പോക്സോ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ്. ലൈംഗികമായ ചൂഷണത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമമാണിത്. ഒക്ടോബർ വരെയുള്ള 2025 കണക്ക് പ്രകാരം 4011 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുണ്ട്. അതിന് ഉത്തരവാദി ആര്? ഞാനും നിങ്ങളുമാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ചൂഷണം നടന്നു കഴിഞ്ഞാൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യൽ അനിവാര്യമാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന 2 അനന്തരഫലങ്ങൾ. ഒന്ന്, ആ കുട്ടിയുടെ ട്രോമയ്ക്ക് നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. കാരണം ആ കുട്ടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ജീവിതം മുഴുവൻ ട്രോമയിൽ അകപ്പെട്ട് മിസ്യൂസ് ആക്കപ്പെടുകയാണ്. രണ്ടാമതായി, അൺസേഫ് ഫ്യൂച്ചർ. ആ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് അവനാവട്ടെ അവളാകട്ടെ ഫ്യൂച്ചറിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് വളർന്നാൽ അത് സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന്, സൊസൈറ്റിയുടെ കൃത്യമായ മുന്നോട്ട് പോക്കിന് തടസ്സമാകുകയാണ് ചെയ്യുക. അതിന് ഉത്തരവാദി ആരാണ്? റിപ്പോർട്ട് ചെയ്യാത്ത നിങ്ങളും ഞാനുമാണ്. ഇനി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ചില ആളുകളുടെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണോ? കുട്ടികളെ ചൂഷണം ചെയ്യുന്ന അധ്യാപകനോ അധ്യാപികയോ അയൽക്കാരനോ ഏതെങ്കിലും ഒരു സിവിലിയനോ അല്ലെങ്കിൽ സോൾജിയേഴ്സോ പോലീസോ ഇങ്ങനെ അടങ്ങുന്ന ഏത് തരം മനുഷ്യനാവട്ടെ, കുട്ടിയെ ചൂഷണം ചെയ്യുന്നവനെ എന്തിനാണ് സമൂഹത്തിന് ആവശ്യം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ വി ഹാവ് ടു റിപ്പോർട്ട് ദീസ് കൈൻഡ് ഓഫ് കേസസ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി.